السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. ബഹുമാന്യ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള വിവിധ പഠന സെഷനിലാണ് നാം ഉള്ളത്. ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിലെ ഒരു സംക്ഷേപമാണ് ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചര്യകളാണ് ഹദീസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുന്ന് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാമാണ് ഹദീസ് എന്ന് സാധാരണ പറഞ്ഞു വരാറുള്ളത്. സമാനമായൊരു പ്രയോഗം എന്ന അർത്ഥത്തിൽ സുന്നത്തുൻ നബി, നബിചര്യ എന്നും അതിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. സൂക്ഷ്മ വിശകലനത്തിൽ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ അതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും അള്ളാഹുവിൻ്റെ ദീൻ ആളുകളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതാണ്. അള്ളാഹുവിൻ്റെ വഹിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതാണ് ഖുർആൻ. അത് അക്ഷരമടക്കം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ ഖുർആൻ വഹി വരുമ്പോൾ അത് കൃത്യമായും രേഖപ്പെടുത്തുവാൻ ഒരു സംഘം സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുണ്ട്. അവിടുന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ വളരെ കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് അത് കൃത്യമായും പൂർത്തീകരിക്കപ്പെട്ടു. ഖുർആൻ അവതരണം പൂർത്തിയാക്കപ്പെട്ടതുപോലെ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആന്റെ സംരക്ഷണം നാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വാഗ്ദത്തം അത് പൂർത്തീകരിക്കപ്പെട്ടു. ആ രൂപത്തിൽ ആ ഖുർആനിന്റെ വഹയിന്റെ വിശദീകരണവും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഹദീസുകളും. അതിന്റെ സംരക്ഷണം, ഖുർആന്റെ സംരക്ഷണം പോലെ അതിന്റെ വിശദീകരണവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ സംരക്ഷണം ഇവിടെ നിർവഹിക്കപ്പെടുന്നത് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും സ്വഹാബത്തിലെയും താബീങ്ങളുടെയും ആളുകളുടെയും ഒക്കെ തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അവിടുത്തെ ചര്യകളും സംശയങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടും മതവിധികൾ മനസ്സിലാക്കുകയും ഫത്വകൾ തേടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ നിലക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ ഹദീസുകൾ, സുന്നത്തുകൾ സ്വഹാബികൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇതിന് രണ്ട് തലങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, വാമൊഴിയായിക്കൊണ്ട് വാചികതയിലൂടെ ആശയങ്ങള്, സന്ദേശങ്ങൾ നൽകുന്നതാണ് ഒരു രീതി. മറ്റൊന്ന്, ഹൃദിസ്ഥമാക്കിക്കൊണ്ട് ഹൃദയ ഫലകങ്ങളിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഈ രണ്ട് രീതികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിഫ്ള്, ഹൃദിസ്ഥമാക്കുന്ന രീതി അക്കാലഘട്ടത്തിലെ സമൂഹത്തിൽ സാർവത്രികമാണ്. ഒന്ന്, എഴുത്ത് അറിയുന്ന ആളുകൾ കുറവായിരുന്നു. എഴുത്തിനുള്ള ഉപകരണങ്ങളും സൗകര്യങ്ങളും കുറവായിരുന്നു.
അതിനേക്കാൾ കൂടുതൽ ഹിഫ്ളിനെ ഹൃദിസ്ഥമാക്കുന്നതിന് അവലംബിക്കുന്നത് അവർക്ക് സൗകര്യവുമാണ്. ആശ്ചര്യം തോന്നും അക്കാലത്തെ ജനങ്ങളുടെ ഈ ഓർമ്മശക്തിയെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ. ജാഹിലിയ കാലത്തുള്ള പ്രഗത്ഭ കവികളുണ്ട്. അവരുടെ ദീർഘമായ കവിതകളൊക്കെ അവർ തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുന്നത് അത് ഹൃദിസ്ഥമാക്കിക്കൊണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ പ്രധാനിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഒരിക്കൽ ഒരു കവിത മുഴുവൻ കേൾക്കുകയാണ്. ആ കവിത മുഴുവൻ കേട്ട് കഴിയുമ്പോഴേക്കും അദ്ദേഹം അത് മനഃപ്പാഠമാക്കി കഴിഞ്ഞിരുന്നു. ഉമർ ഇബ്നു അബി റബീഅ എന്ന് പറയുന്ന ഒരു കവിയുടെ കവിത മുഴുവനും ഒരു തവണ കേട്ടപ്പോൾ അത് മുഴുവനും മനഃപ്പാഠമായിരുന്നു. അത്രമാത്രം കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കാനുള്ള കഴിവ് അക്കാലത്തെ സമൂഹത്തിനുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയൊക്കെ കഴിവുള്ള ആളുകളുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അയാൾ അന്ധനാണ്. അദ്ദേഹം അന്ധനായിരുന്നു. ആ അന്ധത ഉണ്ടായിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹൃദിസ്ഥമാക്കി വെച്ച ഹദീസുകളും ഹദീസിന്റെ സനദിൽ വന്ന സഹാബികളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളുമൊക്കെ ആ മനസ്സിൽ നിന്ന് തുറന്നു വെക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. ഇത്രയധികം ബൃഹത്തായ അറിവുകളെല്ലാം എങ്ങനെയാണ് ഈ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്ന്. അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ഇന്നും ഒട്ടേറെ പണ്ഡിതന്മാരെ നമുക്ക് ആ മേഖലയിൽ കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കുകയും അത് മനസ്സുകളിൽ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് അക്കാലത്തും ഈ കാലഘട്ടങ്ങളിലും മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ അനുഭവങ്ങളാണ്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കേട്ട് മനസ്സിലാക്കി അത് ഹൃദിസ്ഥമാക്കുന്നവരാണ് വലിയൊരു ആ വിഭാഗം ആളുകളും. തങ്ങൾ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ഓർമ്മ പുതുക്കുന്നുണ്ട്. ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട് പഠിപ്പിച്ചത് തന്നിൽ നിന്ന് കിട്ടുന്ന ഈ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് നമ്മളോട് പഠിപ്പിച്ചു, നല്ലറല്ലാഹു അൻ സമിഅ മഖാലതി ഫഹഫിളഹാ വആഹാ വഅദ്ദാഹാ. ഞാൻ പറയുന്നത് കേൾക്കുകയും അത് കൃത്യമായി ഹിഫ്ളാക്കുകയും അത് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് നൽകി കൊടുക്കുകയും ചെയ്യുന്നവരാരുണ്ടോ അങ്ങനെ പകർന്നു കൊടുക്കുന്നവർക്ക് അല്ലാഹു ശോഭ നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. മറ്റൊരിക്കൽ മറ്റൊരു ശൈലിയിൽ ഇതേ കാര്യം റസൂലുള്ളാഹി ആവർത്തിച്ചു പറയുന്നു കാണാം. ഫബല്ലഹു കമാ സമിഅഹു. അവൻ എങ്ങനെയാണോ കേട്ടത് അത് അതേപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു പ്രകാശം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹാബത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ ഹദീസുകൾ മനസ്സിലാക്കുവാൻ വേണ്ടി അതീവ താല്പര്യം കാണിക്കുകയും അത് മനസ്സിലാക്കിയത് മനഃപ്പാഠമാക്കിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നതിൽ അതീവ തൽപരരായിരുന്നു ആ സഹാബത്ത്. ആ സഹാബത്ത് മനഃപ്പാഠമാക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവരിൽ പലരും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ഹിജ്റ 200 ശേഷമാണ് ഹദീസുകളൊക്കെ സമാഹരിക്കപ്പെട്ടത്, രേഖപ്പെടുത്തിയത്. അങ്ങനെ 2 നൂറ്റാണ്ടിന്റെ ശേഷം രേഖപ്പെടുത്തിയതല്ലേ ഈ ഹദീസുകൾ എന്നൊക്കെ പല വിമർശനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ വസ്തുത അതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് പഠിക്കുന്നതോടൊപ്പം തന്നെ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തക്തുബു അന്നി, നിങ്ങൾ എഴുതരുത്. വമൻ കതബ ഗൈറൽ ഖുർആനി ഫൽയംഹും, ആരെങ്കിലും ഖുർആൻ അല്ലാത്തത് എഴുതി വെക്കുന്നുവെങ്കിൽ മായ്ച്ചു കളയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂല് ഇത് ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ ആളുകൾ പഠിക്കുകയും
അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആദ്യഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ഖുർആൻ കൂടി എഴുതി വെക്കുന്നത് ഒരുപക്ഷെ ഖുർആനും ഹദീസും കൂടി ഇടകലരാനുള്ള സാധ്യതയുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കപ്പെടാൻ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ടാകാം. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ എഴുതി വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിൽക്കാലത്ത് അത് രേഖപ്പെടുത്തി വെക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് അനുവാദം നൽകി. ഒരുപാട് സഹാബികൾ അങ്ങനെ രേഖപ്പെടുത്തുകയും അവരെ കയ്യിൽ രേഖപ്പെടുത്തിയ ഖുറാസുകൾ, ഏടുകൾ, ഗ്രന്ഥങ്ങൾ ചെറുതായിട്ടെങ്കിലും അവരെ കൈവശമുണ്ടായിരുന്നു. അതിൽ വളരെ ശ്രദ്ധേയനായ വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്നതെല്ലാം ഞാൻ രേഖപ്പെടുത്തി വെക്കും. അങ്ങനെ എന്നോട് ഖുറൈശികൾ അതിനെ വിരോധിച്ചുകൊണ്ട് പറഞ്ഞു, തക്തുബു കുല്ല ഷൈഇൻ തസ്മഉ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേൾക്കുന്നതൊക്കെ താങ്കൾ രേഖപ്പെടുത്തുകയാണോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫിൽ ഗളബി വരിള, ദേഷ്യം പിടിച്ച് പറയുന്നതുണ്ടാകും, തൃപ്തിയോടെ പറയുന്നതുണ്ടാകും. അതുകൊണ്ട് എല്ലാം രേഖപ്പെടുത്തി വെക്കുകയാണോ? അങ്ങനെ ഞാൻ രേഖപ്പെടുത്തുന്ന നിർത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഈ ആളുകളുടെ പ്രതികരണത്തെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉക്തുബ്, നീ എഴുതൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. എന്നിട്ട് പറഞ്ഞു, ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവിൽ സത്യം, മാ ഖറജ മിൻഹു ഇല്ലാ ഹഖുൻ, വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ വായിൽ നിന്ന് സത്യമല്ലാതെ പുറത്തു വരികയില്ല. അതുകൊണ്ട് ഏത് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞാലും ശരി, അതെല്ലാം താങ്കൾ എഴുതൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഗതിയുണ്ട്. നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധാരാളം പരിചയമുള്ള ആള്, ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കഴിഞ്ഞ് ഹദീസ് പ്രവാചകന്റെ ചര്യകൾ പഠിക്കുവാൻ വേണ്ടി തന്റെ സമയം അത്രയും ഉപയോഗിച്ച വ്യക്തിയാണ്. മുഹാജിറുകൾ കച്ചവടത്തിന് പോയി, അൻസാരികൾ കൃഷിയിടത്തിലേക്ക് പോയി, ഞാൻ പ്രവാചകന്റെ കൂടെ തന്നെ കഴിഞ്ഞു. അങ്ങനെ ഹദീസ് പഠനത്തിന് വേണ്ടി ജീവിതം പ്രവാചകന്റെ ഒപ്പം സമർപ്പിച്ച് റസൂലുള്ളാഹിയുടെ ചര്യകളെല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത മഹാനായ സ്വഹാബിയാണ് അദ്ദേഹം. 5000-ലധികം ഹദീസുകളാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ എന്നേക്കാൾ ഹദീസ് അറിയുന്ന ആരുമില്ല, എന്നാൽ ഒരാളുണ്ട്, ഇല്ലാ മാ കാന മിൻ അബ്ദുല്ലാഹിബ്നു അംർ. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ് ആ വ്യക്തി. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഫഇന്നഹു കാന യക്തുബു വലാ അക്തുബു, ഞാൻ എഴുതാറില്ല, അദ്ദേഹം ഒക്കെ എഴുതുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം എന്നേക്കാളും വിവരമുള്ളയാളാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്. അവർ രണ്ടാളും തമ്മിൽ മത്സര, ഹദീസിന്റെ പഠനത്തിൽ പ്രവാചകന്റെ സുന്നത്തുകൾ നേടിയെടുക്കുന്നതിലുള്ള മത്സരമാണ്. എന്നിട്ട് അദ്ദേഹം പരിഭവം പറയുന്നത്, എന്നെക്കാളും അദ്ദേഹത്തിന് ഹദീസ് അറിയും, കാരണം അദ്ദേഹം എഴുതുന്ന ആൾ കൂടിയാണല്ലോ എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹൃദയ ഫലകങ്ങളിലാണ് രേഖപ്പെടുത്തിയതെങ്കിൽ അംർ ഇബ്നുൽ ആസ് അത് രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്, ഏടുകളിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മനപ്പാടമാക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടും സമന്വയിപ്പിച്ചിരുന്നു. ഏടുകളിൽ നിന്ന് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അതേ ഹദീസുകൾ മനസ്സിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരേടിന്റെ പേര് അസ്വാദിഖ എന്നാണ് ആ ഏടിന് നൽകപ്പെട്ടിരുന്ന പേര്. തബഖാത്തിലും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലും ആ സ്വാദിഖ എന്ന് പറയുന്ന അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഏടിനെ സംബന്ധിച്ച് ഉള്ള പരാമർശങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഈ അനുവാദം അദ്ദേഹത്തിന് മാത്രമുള്ളതായിരുന്നില്ല. അദ്ദേഹം തന്നെ ഒരിക്കൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഒരിക്കൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യം ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അയ്യുൽ മദീനത്തൈൻ അവ്വലൻ തുഫ്തഹു, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ റോമാണോ, ഈ രണ്ട് നഗരങ്ങളിൽ ഏതാണ്
ആദ്യം വിജയിക്കപ്പെടുന്നത് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാഗമായി തീരുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചു. ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ആ സംഭവത്തിന് സാക്ഷിയായ ശിഷ്യൻ പറയുന്നത്, അബ്ദുല്ലാഹിബിൻ അംർ ബിസുന്ദൂഖിൻ. അപ്പൊ അബ്ദുല്ലാഹിബിൻ അംർ പെട്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ലഹു ഹലഖുൻ, അതിന് കണ്ണികളുണ്ട്, അഥവാ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള പെട്ടിയാണ്. ആ പെട്ടി കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഗ്രന്ഥമെടുത്തിട്ട് അദ്ദേഹം ആ ഗ്രന്ഥം വായിച്ചു കേൾപ്പിച്ചു. ബൈനമാ നഹ്നു ഹൗല റസൂലില്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും ഇരുന്നിട്ട് നക്തുബു, ഞങ്ങൾ എഴുതുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രവാചകൻ പറയുന്നത് എഴുതുന്ന ഈ സന്ദർഭത്തിൽ ഇത് സുഇല റസൂലുള്ളാഹ്, ഇതേ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞു, ബൽ മദീനത്തു ഹിർഖൽ, ഹിർഖൽ ചക്രവർത്തിയുടെ നഗരം കോൺസ്റ്റാന്റിനോപ്പിൾ, അതാണ് ആദ്യമായി വിജയിക്കപ്പെടുന്ന നഗരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ്? അദ്ദേഹം തനിച്ചായിരുന്നില്ല എഴുതിയിരുന്നത്. റസൂലിന്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സഹപാഠികളായ സ്വഹാബികളുണ്ട്, അവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എഴുതുന്ന ആളുകൾ പ്രവാചകന്റെ ചുറ്റിലും സ്വഹാബികളിൽ ഒറ്റപ്പെട്ട വ്യക്തികളല്ല, ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഇത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതി കൊടുക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ച സംഭവങ്ങൾ നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മക്കാ ഫതഹിന്റെ അന്ന് ഒരു സുദീർഘമായ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ മക്കാ ഫതഹിന്റെ അന്നത്തെ പ്രസംഗം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യമൻകാരനായിരുന്ന അബൂഷാർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അതൊന്ന് എഴുതി കിട്ടിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന സഹാബികളോട് പറഞ്ഞു, ഫക്തുബൂഹ, അബൂഷാക്ക് നിങ്ങൾ എഴുതി കൊടുക്കൂ എന്ന് പറഞ്ഞു. അവരത് എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വ്യക്തികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്, എഴുതി കൊടുക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പ്രവാചകന്റെ ഹദീസുകളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളുണ്ട്. അവിടുന്ന് രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും അയച്ചിട്ടുള്ള സന്ദേശങ്ങളുണ്ട്, കത്തുകളുണ്ട്. പലരുടെയും ഭാഗത്ത് വന്നിരുന്ന കത്തുകൾക്ക് മറുപടികൾ എഴുതി അയച്ചിട്ടുണ്ട്. ചില കരാറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ചും നിർദ്ദേശമനുസരിച്ചും ചെയ്തിട്ടുള്ളതാണ്. നജാഷി രാജാവിന് അല്ലാഹുവിന്റെ റസൂൽ സന്ദേശം അയച്ചിട്ടുണ്ട്. റോമൻ ചക്രവർത്തിക്കും പേർഷ്യൻ ചക്രവർത്തിക്കും ഈജിപ്തിലെ വൈസ്രോയി ആയിരുന്ന മുഖോക്കിസിനും അതുപോലെ തന്നെ ഉഖൈദിർ തുടങ്ങിയിട്ടുള്ള പല രാജാക്കന്മാർക്കും അല്ലാഹുവിന്റെ റസൂല് മുദ്ര വെച്ച സീല് വെച്ചിട്ടുള്ള കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്തുകളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അയച്ചിട്ടുള്ളത്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീലും അതിൽ വെച്ചിട്ടുണ്ട്. ഇത് നബിയുടെ കാലത്ത് അല്ലാഹുവിന്റെ റസൂല് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. മദീന പാക്ട് എന്ന പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. 52 ഖണ്ഡികകൾ എഴുതിയിട്ടുള്ള ആ പാക്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. മദീനയിലെ അറബികളും യഹൂദന്മാരും എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയുടെ രൂപമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രേഖപ്പെടുത്തിയതിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ധാരാളം കാര്യങ്ങൾ ലിഖിത രൂപത്തിലാക്കി അല്ലാഹുവിൻ്റെ റസൂല് തന്നെ എഴുത്തിന് മാതൃക സമർപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സഹാബികളിൽ മറ്റ് ചില പ്രമുഖരായ ആളുകൾക്കും ഹദീസുകൾ സമാഹരിച്ചിട്ടുള്ള ഏടുകൾ, രേഖകൾ ഉണ്ടായിരുന്നു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വളരെ പ്രമുഖനായ സഹാബി. അദ്ദേഹത്തിന് അനന്തരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചെറു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ബുൽ മുഫ്രദിൽ ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഹജ്ജിന്റെ മനാസിക്കുകളെ സംബന്ധിച്ച്, ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതുണ്ട്. ഇങ്ങനെ സഹാബികളിൽ ചിലർക്കൊക്കെ എഴുതിയിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു ഏട് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. ഇതൊക്കെ പരസ്യമായി ഒരിക്കൽ മിമ്പറിൽ നിന്ന് പോലും അദ്ദേഹം ആ ഏടിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആൻ സമാഹരിച്ചതുപോലെ, രേഖപ്പെടുത്തി വെച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഹദീസുകളും സഹാബത്തിന്റെ കാലത്ത് വലിയൊരു ഗ്രന്ഥമായി, ഒരു സംരംഭമായി അതുണ്ടായിരുന്നില്ല. ഓരോരുത്തരും മനസ്സിൽ ഹൃദയസ്ഥമാക്കുന്നത് പോലെ ചില ഭാഗങ്ങളെല്ലാം രേഖപ്പെടുത്തുകയും അത് തങ്ങളുടെ കൈവശം ഏടുകളായി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ചര്യകളിൽ മറ്റൊരു തരം ലിഖിതങ്ങൾ നമുക്ക് കാണാം. അത് സ്വഹാബികൾ പരസ്പരമുള്ള കത്തുകളിൽ ലിഖിതങ്ങളാണ്. ആ ലിഖിതങ്ങളിലും ഹദീസുകൾ എഴുതി അറിയിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള എഴുത്തുകൾ നമുക്ക് ഇമാം അഹമ്മദിന്റെ റിപ്പോർട്ടുകളിൽ കാണാം. അദ്ദേഹം അബ്ദുൽ അസീസ് ബിൻ മർവാൻ ഈ ബദഅ ബിമൻ തഊൽ എന്ന് പറയുന്ന ഹദീസ് എഴുതി അയച്ചത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഖദരിയ പ്രസ്ഥാനം രംഗത്ത് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഷാമിലെ സഹോദരന് എഴുതി അയച്ചത് കാണാം. ഈ ഖദർ നിഷേധിക്കുന്ന ആളുകൾ വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഹദീസ്. ഇങ്ങനെ പല സഹാബികളും അക്കാലത്ത് പരസ്പരം ഹദീസുകൾ എഴുതി അറിയിച്ചതും നമുക്ക് കാണാം. സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് അവരെഴുതുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം എഴുതുന്നു, അനുവാദത്തോടുകൂടി എഴുതുന്നു. റസൂൽ എഴുതൂ എന്ന് കൽപ്പിക്കുകയും ആ കൽപ്പന പാലിക്കുകയും ചെയ്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, സ്വഹാബത്ത് നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ എഴുതരുത് എന്ന് പറഞ്ഞില്ലേ എന്ന ഹദീസ് വെച്ചുകൊണ്ട് ഹദീസ് ക്രോഡീകരിക്കുവാൻ അള്ളാഹുവിന്റെ റസൂല് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നത് സൂക്ഷ്മമായും വസ്തുതാപരമായുമുള്ള ഒരു വിശകലനമല്ല. മറിച്ച് അത് ആദ്യഘട്ടത്തിൽ ഖുർആന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. എല്ലാം ഒന്നിച്ച് എഴുതി വെച്ച് ഖുർആൻ ഏതാണ് അല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹ, ഖബർ സിയാറത്ത് ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് പിന്നീട് അനുവദിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ സന്ദർഭം ഉണ്ടല്ലോ, അവസാനത്തെ ആഴ്ച അസുഖമായി കിടന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്ന് റസൂല് പറയുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ പോലും എഴുതി കൊടുക്കാം എന്ന് റസൂല് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തിന് എതിരായിരുന്നു എന്ന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അത് തീർത്തും സത്യത്തോട് നിരക്കുന്നതല്ല എന്ന് ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരിക്കില്ല. സഹാബികൾ തങ്ങളുടെ ശേഷം വന്ന തലമുറയായ താബികളോട് തന്നെ പറഞ്ഞു, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്, നിങ്ങൾ അറിവ് എഴുതിക്കൊണ്ട് ബന്ധിക്കണം, എഴുത്തിലൂടെ നിങ്ങൾ അതിനെ സംരക്ഷിക്കണം എന്നവർ പറഞ്ഞു. അങ്ങനെ താബികളുടെ ഘട്ടം ഹിജറ 100 മുതൽ 200 വരെയുള്ള ആ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഹദീസിന്റെ പഠനവും മനപ്പാടമാക്കലും അത് രേഖപ്പെടുത്തലും അത് റിപ്പോർട്ട് ചെയ്യലും എല്ലാം സമൂഹത്തിൽ കുറച്ചുകൂടി വിപുലമായി നിർവഹിക്കപ്പെടുന്ന കാലമായി മാറി. ആ ഘട്ടത്തിൽ ഹദീസുകൾ പഠിക്കുന്നതിന് വേണ്ടി നല്ല പരിശ്രമമായിരുന്നു താബികൾ നടത്തിയിരുന്നെന്ന് കാണാം. താബിയിലെ പ്രമുഖനായിരുന്ന സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു ഹദീസ് അന്വേഷിച്ചുകൊണ്ട് ഞാൻ ദിവസങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ്. അത്രമാത്രം അധ്വാനിച്ചും പരിശ്രമിച്ചും ത്യാഗപൂർവമായിരുന്നു അവരൊക്കെ ഹദീസുകൾ സമാഹരിക്കുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുള്ളത്. ആ താബികളുടെ കാലഘട്ടത്തിലാണ് പ്രമുഖനായ
ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഉമവി ഖലീഫയും കൂടിയായിരുന്ന മഹാനായ വ്യക്തി രംഗത്ത് വരുന്നത്. അദ്ദേഹമാണ് ഔപചാരികമായ രൂപത്തിൽ ഹദീസ് സമാഹരിക്കുവാനും രേഖപ്പെടുത്തുവാനും ഉള്ള ഒരു സംരംഭത്തിന് തീരുമാനമെടുത്തത്. അദ്ദേഹം മദീനയിലെ ഗവർണർ കൂടിയായിരുന്ന അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ അംർ ബിൻ ഹസം റളിയല്ലാഹു അൻഹുവിന് എഴുതി അറിയിച്ചു, അനുൻദുർ മാ കാന മിൻ ഹദീസ് റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം തന്നെ രേഖപ്പെടുത്തണം. കാരണം ഇൽമ് നഷ്ടപ്പെട്ടു പോകുമോ, പണ്ഡിതന്മാര് മരിച്ചിങ്ങനെ പോകുമ്പോ പകരം പണ്ഡിതന്മാര് വേണ്ടത്ര ഇല്ലാതായി പോകുമോ എന്നെനിക്ക് ഭയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മദീനയിലെ പ്രമുഖ ഹദീസ് പണ്ഡിതനായിരുന്ന ഇമാം മുഹമ്മദ് ബിൻ ശിഹാബ് സുഹരി ഹിജറ 124 അദ്ദേഹം മരണപ്പെടുന്നത്. മദീനയിൽ അറിയപ്പെടുന്ന വലിയ മഹാപണ്ഡിതനാണ്, ഹിജാസിൽ തന്നെ അറിയപ്പെടുന്ന വലിയ ഹദീസ് പണ്ഡിതനാണ്. ആ പണ്ഡിതനെയാണ് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. ബഹുമാന്യനായ ത്യാഗീവര്യനായ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം പണ്ഡിതന്മാരിൽ നിന്ന് രേഖകളിലൂടെയും അവർ ഹൃദയസ്ഥമാക്കിയതുമൊക്കെ കൃത്യമായും ശേഖരിക്കുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ കണിശമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം സനദടക്കം അതിന്റെ നിവേദക ശൃംഖലയടക്കം രേഖപ്പെടുത്തണമെന്ന് നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ നിലക്ക് ഹദീസുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ, ഔപചാരികമായി ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം ത്യാഗപൂർവമുള്ള സേവനം ചെയ്തു എന്നത് ഇവിടെ സ്മര്യമാണ്. എന്നാൽ ഓറിയന്റിസ്റ്റുകളും ഹദീസിനെ വിമർശിക്കുന്ന ആളുകൾക്കും ഏറെ വിദ്വേഷമുള്ള അബൂ ഹുറൈറ കഴിഞ്ഞാൽ മറ്റ് അവർക്ക് വെറുപ്പുള്ള രണ്ടാമത്തെ വ്യക്തി ഹദീസിന്റെ ഏറ്റവും വലിയ സംരക്ഷകനായി മാറിയ ഇമാം സുഹരിയാണ് എന്നുകൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം രംഗത്ത് വന്നതോടുകൂടെ താബികളും താബികളുമായ നിരവധി പണ്ഡിതന്മാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നു. അവരെല്ലാം തന്നെ കഠിനമായ പരിശ്രമത്തിലൂടെയും തീവ്രമായ പഠനത്തിലൂടെയും ശരിയായ വിധം ഹദീസുകൾ സമാഹരിക്കുവാൻ തന്നെ ജീവിതം സമർപ്പിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ് മദീനയിലെ തന്നെ വലിയ പണ്ഡിതനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഹദീസ് സമാഹാര ഗ്രന്ഥമാണ് അൽ മുഅത്ത എന്ന് പറയുന്നത്. ഇമാം സുഹരിയുടെ ഗ്രന്ഥം, ഇമാം സുഹരിയുടെ റിപ്പോർട്ടുകൾ വലിയൊരു ഭാഗവും നമുക്ക് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടിലും കാണാവുന്നതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഒരു പക്ഷേ കുറ്റമറ്റ രൂപത്തിലുള്ള ഒരു ഹദീസിന്റെ സമാഹാരം ആദ്യമായി രചിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇമാം സുഹരിയും മറ്റും ചില പണ്ഡിതന്മാരുമൊക്കെ അക്കാലത്ത് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏകദേശം ഈ കാലഘട്ടം പരിശോധിച്ചാൽ സമാനമായ ശ്രമങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. മക്കയിൽ ഇമാം ഇബ്നു ജുറൈജ്, സിറിയയിൽ ഇമാം ഔസായി റഹിമഹുല്ല, അതേപ്രകാരം കൂഫയിലെ സുഫിയാൻ സൗരി റഹിമഹുല്ല, ബസറയിലെ ഹമ്മാദ് ബിൻ സലമ, മഅ്മർ യമനില്, അബ്ദുല്ലാഹി ബിൻ മുബാറക് ഖുറാസാനില്, ഇമാം ജരീർ ബിൻ അബ്ദുൽ ഹമീദ് അദ്ദേഹം റയ്യില്, ഇവരെല്ലാം തന്നെ സമകാലീനരാണ്. എല്ലാം ഹിജ്റ 200 മുമ്പ് മരണപ്പെട്ടു പോയ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാരാണ്. അപ്പൊ ആ ഒരു തലമുറയില് ഓരോ പ്രദേശങ്ങളിലും ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഹദീസ് സമാഹരിക്കുവാനും അത് രേഖപ്പെടുത്തുവാനും ഗ്രന്ഥങ്ങളാക്കുവാനും വേണ്ടി വളരെയധികം പരിശ്രമിച്ച മഹാരഥന്മാരാണ്. ആ ഒരു നൂറ്റാണ്ടിൽ അത്തരത്തിലുള്ള വലിയ ഒരു സംഭാവന ഈ മുസ്ലിം ലോകത്തിന് ഹദീസിന്റെ സംരക്ഷണ മേഖലയിൽ അവർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടുത്ത ഘട്ടം വരുന്നത് ഹിജ്റ 200 മുതൽ 300 വരെയുള്ള കാലമാണ്. സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം നിശിതവും തീവ്രവുമായ നിരൂപണത്തിലൂടെ ഹദീസുകൾ വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി രേഖപ്പെടുത്തുന്നവരായിരുന്നു. കാരണം മുസ്ലിം സമൂഹത്തിൽ ഫിത്ന ആരംഭിച്ചു. ഫിത്ന എന്ന് പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു, ശേഷം അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി, അതിന്റെ ശേഷം അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. അങ്ങനെ മുസ്ലിങ്ങൾ 3 കക്ഷികളായി മാറിയല്ലോ.
ഒരു ഭാഗത്ത് മഹാഭൂരിപക്ഷം അറിയുന്ന അഹ്ലുസുന്നത്ത്, അപ്പുറത്ത് മറ്റൊരു ഭാഗം ഷിയാക്കൾ, മൂന്നാമത്തെ കക്ഷികളായി ഖവാരിജികൾ. ആ ഫിത്തന വന്നതിന്റെ ശേഷം ഹദീസ് സമാഹരിക്കുമ്പോൾ അതിന്റെ സനദ് കൂടി ചോദിക്കുകയും ആരിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹദീസുകൾ സമാഹരിച്ചിട്ടുള്ളത്. അതിന്റെ ശേഷമുണ്ടായ ഹദീസിന്റെ വ്യാജ ഹദീസുകളുടെ നിർമ്മാണത്തിന്റെ ചില ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായും പരിശോധിക്കുകയും ശരിയും തെറ്റും ദഈഫും സഹീഹും ഒക്കെ വേർതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 3-ാം നൂറ്റാണ്ട്. ആ ഘട്ടത്തിലാണ് പ്രസിദ്ധ പണ്ഡിതന്മാരിൽ നമ്മൾ ഇന്ന് അറിയുന്ന കുതുബ് സിത്ത 6 ഗ്രന്ഥങ്ങളുടെ പണ്ഡിതന്മാർ വരുന്നത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാർ, അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ, യഹ്യ ബിൻ മഈൻ തുടങ്ങിയിട്ടുള്ള വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ സംഭാവനകളാണ്. അവരൊക്കെ സഞ്ചരിച്ചു, ശേഖരിച്ചു, ഹദീസുകൾ സമാഹരിച്ചു. അങ്ങനെ വളരെ കൃത്യമായും ത്യാഗപൂർവമുള്ള കഠിനമായ പരിശ്രമങ്ങളിലൂടെ അവരുടെ ഗ്രന്ഥങ്ങൾ സമാഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമാഹരിക്കുമ്പോൾ നിരവധി സനദുകളിലൂടെ, ഒരുപക്ഷെ വ്യത്യസ്ത വചനങ്ങളിലൂടെ, സഹാബത്തിൻ്റെതുണ്ടാകാം, റസൂലിൻ്റെതുണ്ടാകാം, താബികളുണ്ടാകാം. അങ്ങനെയാണ് ലക്ഷത്തിൽ പരം ഹദീസുകൾ അവർ മനഃപ്പാഠമാക്കുന്നത്. അതിൽ നിന്ന് അവർ കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് തീർത്തും സഹീഹ് എന്ന് ബോധ്യപ്പെട്ട ഹദീസുകളാണ് ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിമും സഹീഹ് മുസ്ലിമിലും സഹീഹ് ബുഖാരിയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോരുത്തരും അവരവരുടേതായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ ആമുഖത്തിലോ മറ്റോ അവരെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വിവിധ സമാഹാരങ്ങൾ ആ സമൂഹത്തിന് അവർ സമർപ്പിച്ചു. അങ്ങനെ ഹദീസുകളുടെ സമാഹാരമുണ്ടായി. അതിന് വ്യത്യസ്തമായ രീതികൾ അവരവലംബിച്ചിട്ടുണ്ട്. ആ രീതികളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വിവിധ തരത്തിലുള്ള ഗ്രന്ഥങ്ങളും നമുക്ക് ലഭ്യമാണ്. ചിലപ്പോൾ ഒരു അധ്യായത്തിൽ ഉൾക്കൊള്ളുന്ന ആ അധ്യായവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മാത്രമായിരിക്കും സമാഹരിക്കുന്നത്. അങ്ങനെ സമാഹരിച്ചതിൽ ആദ്യത്തെ വ്യക്തിയായി പറയപ്പെടുന്നത് റബീഅ് ഇബ്നു സബീഹും സഈദ് ഇബ്നു അബൂ അറൂബ റഹിമഹുമുല്ലാ എന്നീ 2 പണ്ഡിതന്മാരാണ്. അവർ രണ്ടുപേരും ഹിജ്റ 200 മുമ്പ് മരണപ്പെട്ടു പോയവരാണ്. പിന്നെ അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് വേറെയും പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. കൃത്യമായും അധ്യായങ്ങൾ തരംതിരിച്ച് ഹദീസിന്റെ കൂടെ ഫിഖ്ഹിന്റെ വിഷയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടും സഹാബത്തിന്റെയും താബീങ്ങളുടെയും ഫത്വകളും വാക്കുകളും കൂടെ ചേർത്തുകൊണ്ടുമൊക്കെ രചിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു രചനയാണ് മുഅത്ത എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഹദീസുകളുടെ സമാഹാരമുണ്ടായിട്ടുണ്ട്. ഒരു സഹാബിയുടെ മുഴുവൻ ഹദീസുകളും പറഞ്ഞ് അടുത്തൊരു സഹാബിയുടെ മുഴുവൻ ഹദീസുകളും പറയുന്ന രീതിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലും അദ്ദേഹത്തിന് മുമ്പുള്ള കുറെ പണ്ഡിതന്മാരും ഒക്കെ സ്വീകരിച്ചു വന്നത്. അതാണ് മുസ്നദുകൾ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ഹദീസുകളുടെ സമാഹാരങ്ങളുണ്ട്. അതിൽ ജാമികളുണ്ട്, സുനനുകളുണ്ട്, മുസന്നഫാത്തുകളുണ്ട്, മുസ്തഖ്റജാത്തുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സാങ്കേതികമായ പ്രയോഗങ്ങളും പേരുകളും നൽകിക്കൊണ്ട് ഹദീസിന്റെ സമാഹാരങ്ങൾ അവർ ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചു. ചുരുക്കം സൂചിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭാഗികമായി ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചു. സഹാബത്ത് അത് വിപുലപ്പെടുത്തി. താബിഈങ്ങളിൽ ഒന്നുകൂടി വിപുലമായി തീർന്നു. 3-ാം നൂറ്റാണ്ടോടുകൂടെ അത് വലിയ ഒരു പരിശ്രമമായിക്കൊണ്ട്, ബൃഹത്തായ ഗ്രന്ഥങ്ങളായിക്കൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമായി കടന്നിരുന്ന ഹദീസുകൾ സഞ്ചരിച്ച് ശേഖരിച്ചുകൊണ്ട് ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചു. അതിൽ തന്നെ സഹീഹ് ഏതാണ്, സ്വീകാര്യമായത് ഏതാണ്, സ്വീകാര്യമല്ലാത്തത് ഏതാണ് എന്നൊക്കെ വേർതിരിക്കുന്ന പണ്ഡിതന്മാരും വന്നു. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യും പഠനം നടത്തുന്നതോടൊപ്പം തന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, നിവേദനം ചെയ്തിട്ടുള്ള ലക്ഷത്തിൽ പരം വരുന്ന ആളുകളുടെ ജീവചരിത്രവും പഠനവിധേയമാക്കി. അവരാരായിരുന്നു, അവരുടെ ഗുരുനാഥന്മാരാരൊക്കെയാണ്, ശിഷ്യന്മാരാരൊക്കെയാണ്, ഏതെല്ലാം രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അവരുടെ വ്യക്തിത്വം എങ്ങനെയാണ്, ഓർമ്മശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു, സത്യസന്ധനാണോ ആള് അല്ലയോ എന്നിങ്ങനെ ഓരോ വ്യക്തികളെ കുറിച്ചും നിശ്ചിതവും കൃത്യവും വളരെ വ്യവസ്ഥാപിതവുമായി പഠനം നടത്തിക്കൊണ്ട് വലിയ ഒരു സമാഹാരം ആ നിലക്ക് അതിന്റെ അനുബന്ധമായിട്ട് അതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബൃഹത്തായ ത്യാഗോജ്ജലമായ വലിയ ഒരു
അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ത്യാഗി വര്യന്മാരായ ആ മഹാരഥന്മാരിൽ നിന്ന് ഇന്ന് ഹദീസിന്റെ സമാഹാരം വിവിധ ഗ്രന്ഥങ്ങളായി നമ്മുടെ കയ്യിലേക്ക് ലഭിച്ചിട്ടുള്ളത്. അത് വലിയ ഒരു സേവനമാണ്, വലിയ മഹത്തായൊരു സേവനമാണ്. അവരുടെ ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും വില നാം മനസ്സിലാക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഈ ഹദീസിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. അത് ഓറിയന്റിസ്റ്റുകൾ തുടങ്ങി വെക്കുകയും നമ്മുടെ നാട്ടിൽ പോലുമുള്ള ചിലരൊക്കെ അതിന്ന് അതേപോലെ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കൃത്യമായും ബോധവാന്മാരായി തീരേണ്ടതുണ്ട്, കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും സ്വാലിഹീങ്ങളായി ജീവിച്ച് സ്വാലിഹീങ്ങളായി മരിക്കുവാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഹദീസ് ക്രോഡീകരണ